2025 നവംബർ 28-ലെ സിറാജ് എഡിറ്റോറിയൽ. മെഡിക്കൽ രംഗം ബിസിനസ്സാക്കരുത്. സാമൂഹിക നീതിക്കും ചികിത്സാ നൈതികതയ്ക്കും ഊന്നൽ നൽകുന്നതാണ് പണമില്ലാത്തതിന്റെ പേരിൽ സ്വകാര്യ ആശുപത്രികൾ അടിയന്തര ചികിത്സ നിഷേധിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ്. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് പണമോ രേഖകളോ ഇല്ലെന്നതിന്റെ പേരിൽ അടിയന്തര ചികിത്സ നിഷേധിക്കരുതെന്നും അത്യാഹിത വിഭാഗങ്ങളിൽ എത്തുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര ചികിത്സ നൽകേണ്ടത് ആശുപത്രികളുടെ നിർബന്ധിത ഉത്തരവാദിത്വമാണെന്നും ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ്, ധർമാധികാരി ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന ഹൈക്കോടതി ബെഞ്ച് കർശന നിർദ്ദേശം നൽകിയത്. ചികിത്സയുടെ പേരിൽ ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കുന്നതിന് തടയിടുന്നതാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം. ഓരോ ചികിത്സാ കേന്ദ്രത്തിലും ലഭ്യമാകുന്ന സേവനങ്ങളും അതിനുള്ള നിരക്കും എല്ലാവരും കാണത്തക്ക വിധം ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രദർശിപ്പിക്കണമെന്നതാണ് നിയമത്തിലെ പ്രധാന വ്യവസ്ഥ. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷനും IMIയും ചേർന്നാണ് ഇതിനെതിരെ ഹർജി ഫയൽ ചെയ്തത്. ആരോഗ്യരംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. സ്വകാര്യ ആശുപത്രികളുടെ എണ്ണത്തിലും വലിപ്പത്തിലും ഈ നേട്ടം കൂടുതൽ പ്രകടമാണ്. സംസ്ഥാനത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും പ്രവർത്തിച്ചു വരുന്നു സ്വകാര്യ ആശുപത്രികൾ. അതേസമയം വലിയ നിക്ഷേപകരുടെയും കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെയും മത്സരരംഗമായി മാറിയിരിക്കുകയാണ് മെഡിക്കൽ മേഖല. ഈ വളർച്ചയ്ക്കിടയിൽ ആശുപത്രി നടത്തിപ്പ് ബിസിനസ് എന്നതിനപ്പുറം സേവനം കൂടിയാണെന്ന വസ്തുത പലരും മറന്നുപോകുന്നു. മുൻകൂർ പണമടയ്ക്കാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കുകയും അത് രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്നത് പതിവ് വാർത്തകളാണ്. ഈയൊരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ. ആരോഗ്യം മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ജീവിക്കാനുള്ള അവകാശത്തെ ഭരണഘടന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് മതിയായ ചികിത്സാ സംവിധാനങ്ങൾ അനിവാര്യമാണ്. സർക്കാർ ആശുപത്രികളിൽ പരിമിതമാക്കാൻ സാധിക്കില്ല ഈ ഉത്തരവാദിത്വം. സ്വകാര്യ ആശുപത്രികൾക്ക് കൂടി ബാധകമാണ്. ചില അടിയന്തര ഘട്ടങ്ങളിൽ സാമ്പത്തിക താൽപര്യങ്ങൾക്കുപരി മാനുഷിക ധാർമ്മിക താൽപര്യവും മാനിക്കാൻ ബാധ്യതയുണ്ട് സ്വകാര്യ ആശുപത്രികൾക്ക്. ആകസ്മികമായി ഗുരുതര ആരോഗ്യ പ്രശ്നം ബാധിച്ച ഒരു രോഗിയുടെ കാര്യത്തിൽ പെട്ടെന്ന് സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുകയാണ് പ്രായോഗിക മാർഗം. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള രോഗി ചികിത്സ തേടിയെത്തുമ്പോൾ അയാളെ മരണമുഖത്ത് നിന്ന് രക്ഷിക്കാനുള്ള ചികിത്സ നൽകുകയെന്നത് പൊതു സ്വകാര്യ വ്യത്യാസമില്ലാതെ ആശുപത്രികളുടെ ഉത്തരവാദിത്വമാണ്. അന്നേരം മുൻകൂർ പണമടയ്ക്കാൻ ആവശ്യപ്പെടുന്നതും ഇൻഷുറൻസ് ആനുകൂല്യമുണ്ടോ എന്ന് തിരക്കുന്നതും അതടിസ്ഥാനത്തിൽ മാത്രമേ ചികിത്സ നൽകാനാവുകയുള്ളൂവെന്ന് ശഠിക്കുന്നതും മനുഷ്യത്വപരമല്ല. ഭൗതിക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, മാനുഷികതയെ അടിസ്ഥാനമാക്കിയാണ് ഒരു സമൂഹത്തിന്റെ വളർച്ചയെ വിലയിരുത്തേണ്ടത്. പണമില്ലാത്തവരുടെ ജീവനും അമൂല്യമാണെന്നും അഡ്വാൻസ് പേയ്മെന്റിനേക്കാൾ മൂല്യമേറിയതാണ് മനുഷ്യന്റെ ജീവനെന്നുമുള്ള ബോധം ആശുപത്രി നടത്തിപ്പുകാരിലടക്കം വളർന്നു വരുമ്പോഴാണ് സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ച പ്രകടമാകുന്നത്. ആകസ്മികമായി ഒരു വ്യക്തിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നം നേരിട്ടാൽ അവന്റെ കയ്യിലുള്ള പണത്തിന്റെ തോതനുസരിച്ച് മാത്രമാകരുത് ചികിത്സ. ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്മറിക്കൊപ്പം ECG, എക്സ്റേ, CT സ്കാൻ തുടങ്ങി ചികിത്സാ സംബന്ധമായ എല്ലാ രേഖകളും വിവരങ്ങളും രോഗിക്ക് കൈമാറണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ബില്ലിലെ തുക പൂർണ്ണമായി അടയ്ക്കാത്തതിന്റെ പേരിലോ മറ്റെന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞോ ആശുപത്രി അധികൃതർ ഇത്തരം രേഖകൾ നൽകാൻ വിസമ്മതിക്കുന്ന പ്രവണതയുണ്ട്. തുടർ ചികിത്സയ്ക്ക് ഈ ആശുപത്രിയെ തന്നെ ആശ്രയിക്കണമെന്ന സ്വാർത്ഥ ചിന്തയാണിതിനു പിന്നിൽ. നിയമപ്രകാരം ചികിത്സാ സംബന്ധമായ രേഖകൾ രോഗികളുടെ അവകാശമാണ്. അത് രോഗിയുടെ സ്വകാര്യ ഡാറ്റയാണ്. രോഗി ആവശ്യപ്പെട്ടാൽ 72 മണിക്കൂറിനകം ആശുപത്രി അത് നൽകിയിരിക്കണം. അവ പിടിച്ചുവെക്കാൻ ആശുപത്രി അധികൃതർക്ക് അധികാരമില്ല. NABH നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് അംഗീകാരമുള്ള ആശുപത്രികളുടെ ഇത്തരം പ്രവർത്തനം സർട്ടിഫിക്കേഷൻ ലംഘനമായി കണക്കാക്കപ്പെടും. രോഗിയിൽ നിന്ന് ആശുപത്രിക്ക് പണം ലഭിക്കാനുണ്ടെങ്കിൽ അത് ഈടാക്കേണ്ടത് ചികിത്സാരേഖകൾ തടഞ്ഞുവെച്ചല്ല, നിയമപരമായ മാർഗങ്ങൾ അവലംബിച്ചാണ്.
ചികിത്സാരേഖകൾ തടഞ്ഞുവെക്കാൻ ആശുപത്രി അധികൃതർക്ക് അധികാരമില്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും വ്യക്തമാക്കുന്നു. രോഗി ചികിത്സ അവസാനിപ്പിച്ചു പോകുമ്പോൾ ഡിസ്ചാർജ് സമ്മറിയോടൊപ്പം ആശുപത്രിയിലെ മുഴുവൻ ടെസ്റ്റുകളുടെയും റിസൾട്ട് ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ആർക്കും വായിക്കാവുന്ന വിധം ഡിസ്ചാർജ് സമ്മറിയിൽ നൽകണമെന്നും രോഗി പരാതിപ്പെട്ടാൽ വിവരാവകാശ കമ്മീഷൻ അത് വാങ്ങിച്ചു കൊടുക്കുമെന്നും 2024 കൊല്ലത്ത് നടന്ന ഒരു ചടങ്ങിൽ അന്നത്തെ വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം വ്യക്തമാക്കിയിരുന്നു. ഈ അവകാശത്തെക്കുറിച്ച് രോഗികൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ തുടർ ചികിത്സയ്ക്ക് മറ്റു ആശുപത്രികളെ സമീപിക്കാൻ സാധിക്കാതെ വരും.